മാസപ്പടി വിവാദത്തിൽ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിക്ക് അന്വേഷിക്കാമെന്ന് ഹൈക്കോടതി. ഷോൺ ജോർജിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. മാസപ്പടി വിവാദത്തിൽ ഷോൺ ജോർജിന്റെ ഹർജി ഫെബ്രുവരി 12 മാറ്റി. SFIO അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതാണ് ഹൈക്കോടതിയുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രേഷ്മ ബാബുവിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിനായി രേഷ്മ വിവരങ്ങൾ. വിഷ്ണു, മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചത്. ഈ വിഷയം പരിഗണിച്ച സമയത്ത് ഹർജിക്കാരൻ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തന്നെ കേസ് അന്വേഷിക്കണം എന്നുള്ള ഒരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചു. ഒപ്പം തന്നെ ROCകളുടെ, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ ഗൗരവകരമായിട്ടുള്ള വിഷയം തന്നെയാണ് ROC കണ്ടെത്തിയിരിക്കുന്നതെന്നും ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കി. എങ്ങനെയാണ് SFIO കേസ് അന്വേഷിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞത്. ഒപ്പം തന്നെ കേന്ദ്രം ഇക്കാര്യത്തിൽ മറുപടി നൽകാത്തതിൽ ഒരു അതൃപ്തി കൂടി ഹൈക്കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കുന്നതിൽ കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല. നേരത്തെ തന്നെ കേന്ദ്രത്തോട് ഇത് സംബന്ധിച്ച അഭിപ്രായം ആരാഞ്ഞിരുന്നുവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള മറുപടി നൽകുന്നതിനായിട്ട് 2 ആഴ്ച സാവകാശം വേണമെന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ഒപ്പം തന്നെ കോടതിയുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിന് യാതൊരു വിധത്തിലും തടസ്സമില്ലെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു മറുപടിക്ക് കേന്ദ്ര സാവകാശം തേടിയ ഒരു സാഹചര്യത്തിൽ പ്രസ്തുത ഹർജി ഹൈക്കോടതി ഫെബ്രുവരി 12 മാറ്റിയിട്ടുമുണ്ട്. SFIOയുടെ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരൂ എന്നുള്ളൊരു നിലപാടാണ് ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചത്. മാത്രമല്ല, ഈ നിലവിൽ നടക്കുന്ന കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം എന്ന് പറയുന്നത് കമ്പനി നിയമങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷേ SFIOയുടെ അന്വേഷണം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് ഗുരുതരമായിട്ടുള്ള വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് CBIക്ക് ഒപ്പം തന്നെ ED പോലുള്ള കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടി ഉണ്ടാകുമെന്നും ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നിലവിൽ കേന്ദ്രത്തിന്റെ മറുപടി ഇക്കാര്യത്തിൽ ഹൈക്കോടതി തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രം 2 ആഴ്ച സാവകാശം മറുപടി നൽകാൻ തേടിയിട്ടുമുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതി ഫെബ്രുവരി 12 മാറ്റി. രേഷ്മ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ഉൾപ്പെടെ കോടതിക്ക് നൽകുകയും ചെയ്തിരുന്നു. അതായത് ഈ CMRL കമ്പനി ഉടമസ്ഥർ ഡയറക്ടർമാരായ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് 77 ലക്ഷം രൂപ ഒരു ഈടുമില്ലാതെ വായ്പ നൽകിയതിന്റെ തെളിവുകളടക്കമാണ് ഷോൺ ജോർജ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ തെളിവുകൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ എക്സാലോജിക്ക് ഉൾപ്പെടെ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല, അല്ലേ? കോടതിയിൽ പ്രസ്തുത ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഷോൺ ജോർജ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ വീണ്ടും ഒരു പരാതി നൽകിയത്. അതായത് ഈ വീണയുടെ എക്സലോജിക് കമ്പനിക്ക് CMRL കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായിട്ടുള്ള ബാങ്കിംഗ് ഇതര സ്ഥാപനം 77 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ഈ വായ്പ നൽകിയതും കൂടെ അന്വേഷണ വിധേയമാക്കണം. SFIOയുടെ അന്വേഷണം ഇക്കാര്യത്തിലും വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പരാതിയിൽ ഷോൺ ജോർജ് ഉന്നയിച്ചിരുന്നത്. മാത്രവുമല്ല, ഈ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം ഈ 77 ലക്ഷം എവിടെയും പരാമർശം നടത്തിയിട്ടില്ല. ഈ മാസപ്പടിക്ക് പുറമെയാണ്, അതായത് 1.72 കോടി രൂപയാണ് മാസപ്പടി ഇനത്തിൽ CMRL ഉടമകൾ വീണ വിജയന് ഒപ്പം തന്നെ വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സലോജിക്കിന് നൽകിയത്. അതിന് പുറമെയാണ് ഈടില്ലാത്ത വായ്പ എന്നുള്ള രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ വീണ്ടും നൽകിയിട്ടുള്ളത്. ഇത് ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കമ്പനി പിന്നീട് പേര് മാറ്റി മറ്റൊരു പേരിലേക്ക് കമ്പനി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള അന്വേഷണം, ഈ പണം എവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടിയിട്ട് നൽകി തുടങ്ങിയ കാര്യങ്ങളിലടക്കം വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാടാണ് ഷോൺ ജോർജ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ടത്, നേരത്തെ ഈ സേവനം നൽകാതെയാണ് ഈ മാസപ്പടിയായിട്ട് 1.72 കോടി രൂപ നൽകിയിരുന്നത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ CPMന്റെ നേതാക്കളൊക്കെ തന്നെ വീണ വിജയനെ സംരക്ഷിക്കുന്ന നിലപാടും സ്വീകരിച്ചിരുന്നു. പക്ഷേ വായ്പ ആയിട്ട്, അതായത് ഈടില്ലാത്ത രീതിയിൽ വായ്പ ഇനത്തിൽ തന്നെയാണ് വീണ്ടും ലക്ഷക്കണക്കിന് രൂപ CMRL കമ്പനി ഉടമകൾ ഡയറക്ടർമാരായിട്ടുള്ള കമ്പനിയിലൂടെ വീണ വിജയനെ നൽകിയിരിക്കുന്നത്. ഇതിലും ഒരു ക്രമക്കേട് ഉണ്ട് എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ആരോപണം. ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ കൂടി പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ SFIOയുടെ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കണം. ആ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയുക. വിഷ്ണു. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.